ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. ലേസിനെസ് അഥവാ മടി. ഇതെല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും ഉണ്ടായിരുന്ന ഉള്ള ഒരു നേച്ചറാണ് മടി എന്ന് പറയുന്നത്. അപ്പം ഈ മടി ഒരു പരിധി വരെ ഓക്കെയാണ്, പക്ഷെ അതിൻ്റെ ആ ബോർഡർ ലൈൻ ക്രോസ് ചെയ്തതിന് ശേഷമാണ് അതിനെ നമ്മളൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമായിട്ട് വരുന്നത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോണേ എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഈ മടി വരുന്നത്, അതേപോലെ എങ്ങനെ നമുക്ക് ഈ മടി എന്ന കാര്യത്തെ ഓവർകം ചെയ്യാം, ഇതൊക്കെയായിരിക്കും ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോണത്. അപ്പം നമ്മുടെ ബ്രെയിനിന് ഒരു സ്വഭാവമുണ്ട്, എനർജി കൺസർവേഷൻ മോഡിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ ആൾക്ക് നമ്മളെ കൊണ്ട് ഭയങ്കര ഭാരിച്ച പണി ചെയ്യിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ ഒരുപാടിട്ട് ചിന്തിപ്പിക്കണമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആളെപ്പോഴും എനർജി കൺസേർവ് ചെയ്തോ സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് വലിയും. എന്നാൽ നേരെ മറിച്ച് നമുക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് കിടന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. ഈ ഒരു നേച്ചറാണ് കോമൺലി ബ്രെയിൻ ഉണ്ടാവുക. അപ്പം ഒന്നാമത്തെ റീസണായിട്ട് നമുക്ക് പറയാവുന്നത് ഈ ഒരു കാര്യമാണ്, നമ്മുടെ എനർജി കൺസർവേഷൻ മോഡിലായിരിക്കും ബ്രെയിൻ എപ്പോഴും ഉണ്ടാവുക. അപ്പം ആ ഒരു കാരണത്താൽ നമ്മൾ പതിയെ ബാക്കിലോട്ട് വലിയും എല്ലാ കാര്യങ്ങളും ചെയ്യാനും. എല്ലാം നാളെ ആവട്ടെ, അല്ലെ ഇന്നിപ്പോൾ ഇത്ര നേരമായില്ലേ, ഇനിയിപ്പം നാളത്തേന് ചെയ്യാം. ഒരു അസൈൻമെൻറ്റ് വന്നു, ഡെഡ് ലൈൻ ഒരു മാസം ഉണ്ട്, ഓക്കെ ഒരു മാസം ഇല്ലേ അപ്പത്തേന് നോക്കാം, ഇങ്ങനെ വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെക്കും. അതേപോലെ വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നവർ, എസ്പെഷ്യലി വിറ്റാമിൻ ഡി, എനിക്കത് നല്ല രീതിയിലുണ്ടായിരുന്നു, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പം ഈ ഡെഫിഷ്യൻസീസ് ഒന്നും നമ്മൾ ഒരിക്കലും തമാശയായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. വൈ? ബിക്കോസ് വിറ്റാമിൻസ് കുറവ് മൂലം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളിലുണ്ടാവും. അപ്പം ഈ ഡിയുടെ പ്രശ്നം എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹെയർ ലോസ്, അതുപോലെ നമുക്ക് എപ്പോഴും ടയേർഡ്നെസ്, ക്ഷീണം, ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മൂലം ഈ പറഞ്ഞ ലേസിനെസ് നമ്മളെ പിടികൂടാം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഭയങ്കര മടിച്ചായോ, എന്താ ഞാൻ ഇങ്ങനെ ഒരു കാര്യവും ചെയ്യാനൊരു ഉന്മേഷമില്ല, അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു. അപ്പം ഈ വിറ്റാമിൻ ചെക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ആ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ലേസിനെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഫിയർ ഓഫ് ഫെയിലിയർ, തോൽക്കുമോ എന്ന പേടി. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, നമ്മൾ തോറ്റു മാത്രമേ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കത്തുള്ളൂ അതിൽ നിന്ന്. അപ്പം ഈ പേടിയെ മാറ്റി, തോറ്റു പോകുമോ എന്ന പേടിയെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നു, അന്ന് തൊട്ട് നമുക്ക് സക്സസ് ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പം ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്നൊരു കാരണത്താൽ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ മടി അനുഭവപ്പെട്ടേക്കാം. അല്ലെ ഞാനത് ചെയ്താൽ ശരിയാവോ, എനിക്കതിനെക്കുറിച്ച് അത്രയ്ക്ക് വലിയ അറിവുണ്ടോ, ഇങ്ങനെ കാരണം അത് വേണ്ടാന്ന് വെക്കുക. പിന്നെ പ്ലാനിങ്, അതായത് നമുക്കെല്ലാവർക്കും ഒരുപാട് പ്ലാനിങ് ഉണ്ടാവും. ഈവൻ ഒരു ട്രിപ്പ് എടുക്കാം, ഒരു ട്രിപ്പിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര പ്ലാനിങ് ആണ്. രാവിലെ നമ്മൾ ലിസ്റ്റ് എഴുതുന്നു, അവിടെ പോകണം, ഇവിടെ പോകണം, ഇന്ന ഹോട്ടലിൽ നിന്ന് ഫുഡ്, രാവിലെ ഇത്ര മണിക്ക് പോകണം, ഇന്ന ദിവസം പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വൻ പ്ലാനിങ് ആയിരിക്കും. പക്ഷേ ഈ പ്ലാനിങ് ഒന്നും നമുക്ക് ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പോട്ടെ, എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു, എല്ലാം കറക്റ്റായിട്ട് എഴുതി, പക്ഷേ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെ ആ പ്ലാൻ പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു കാര്യം ഈ പ്ലാനിങ് നമുക്ക് ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇതിനെ നമ്മൾ ആക്ഷൻ പാരാലിസിസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പ്രശ്നവും ഈ പറഞ്ഞ മടിയുടെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ബ്രെയിൻ റോട്ട്, അതായത് 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇൻസ്റ്റ അല്ലെങ്കിൽ റീൽസോ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗെയിം കളിക്കലോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ 5 മിനിറ്റ് എന്നുള്ളത് 10 ആവും, 1 മണിക്കൂറാവും, 2 മണിക്കൂറാവും, നമ്മൾ സമയം പോകണമെന്ന് അറിയത്തില്ല. നമ്മുടെ ബ്രെയിൻ അവിടെ സ്റ്റക്കാണ്. എത്ര നേരം വേണേലും ഇൻസ്റ്റയിൽ റീൽസ് കണ്ട് സ്ക്രോൾ ചെയ്തിരിക്കും, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു മടിയില്ല. ടി വി കാണും, എത്ര നേരം വേണേലും ഇരുന്ന് ടി വി കാണും, ഒരു കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ബ്രെയിൻ സ്റ്റക്കായി നിൽക്കുന്ന ചില മൊമെൻറ്റുകളുണ്ട്, അതിനെ നമ്മൾ ബ്രെയിൻ റോട്ട് എന്നാണ് പറയുക. അപ്പം ഈ ഒരു കാരണവും അല്ലെങ്കിൽ മടി എന്നതിന് ഒരു റീസണായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ദെൻ എന്തെങ്കിലും ഇമോഷണൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഇപ്പം ചിലരുണ്ട്, ഒരു വിഷമം വന്നാൽ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല, എല്ലാത്തിൽ നിന്നും വിട്ട് എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം, എല്ലാം വേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും
ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നവർ, ഇങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ ലേസിനെസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം രാവിലെ നമ്മൾ 5 മണിക്ക് എഴുന്നേക്കണം എന്ന് വെച്ചു, അലാറം വെച്ചിട്ട് ഓക്കെ പിന്നെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊരു ഇച്ചിരി കൂടെ 10 മിനിറ്റിലേക്ക് ആക്കുന്നു. അത് പിന്നെയും പിന്നെ എഴുന്നേൽക്കുമ്പോൾ 8 അല്ലെ 9 മണിയാവുന്നു. അപ്പം ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് ലേസിനെസ്സിൻ്റെ കാര്യം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കേ അറിയത്തുള്ളൂ. നമ്മളിപ്പം രാവിലെ അലാറം വെച്ചു, എണീറ്റില്ലെങ്കിൽ ആർക്ക് പോയി, അത്ര മാത്രം ചിന്തിക്കുക. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ട് കൊടുക്കുക. ആ സ്റ്റാർട്ടാണ് എല്ലാവർക്കും പ്രശ്നം. ഒന്ന് തുടങ്ങി കിട്ടിയാൽ എല്ലാം ചെയ്യാനുള്ളൊരു ഇത് കിട്ടും. അപ്പം നമുക്ക് വേണ്ട ആ ഒരു സ്റ്റാർട്ട് നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്യുക. 6 മണിക്ക് അലാറം വെച്ചാൽ അല്ല 5 മണിക്ക് അലാറം വെച്ചാൽ 5 മണിക്ക് തന്നെ എണീക്കുക, പിന്നെ ചിന്തിക്കരുത്. എൻ്റെ ഒരു ഫ്രണ്ട്, ആൾ കുറേ വർക്ക് ചെയ്യുമായിരുന്നു, നല്ല രീതിക്ക് വർക്ക് ചെയ്യുമായിരുന്നു. ആൾ ഒരു സ്റ്റാർട്ട് ചെയ്തു. ദെൻ കുറേ കാലം അതിൽ ആളുടെ എല്ലാം എഫേർട്ടും ടൈമും എല്ലാം ആൾ ഇൻവെസ്റ്റ് ചെയ്തു, നല്ല രീതിക്ക് വർക്ക് ചെയ്തു. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ബിസിനസ് കുറച്ച് ഡള്ളായി. ആ ടൈമിൽ എല്ലാവരും പറഞ്ഞു, നിർത്തിക്കോ, നിന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല, ഇപ്പം ഉണ്ടായ അത്ര കടവും അത്ര പ്രശ്നങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, അപ്പം നീ നിർത്തിക്കോ, ഇത് മതിയാക്ക്, നിന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല, അല്ലെ നിന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല, ഇങ്ങനെയൊക്കെ ആൾ ഒരുപാട് കേട്ടു. പക്ഷെ ആളത് വിട്ടുകൊടുക്കാൻ, ആളുടെ ഡ്രീമായിരുന്നു അത്, ആളത് വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. അപ്പം ആളിൽ തന്നെ വിശ്വസിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അതായത് ഈ പറയുന്നവരൊക്കെ അവിടെ നിന്ന് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ തവണ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും പിന്നെയും ഇവർ റിപ്പീറ്റ് ചെയ്തു, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ആൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആൾ പിന്നെയും വർക്ക് ചെയ്തു. അപ്പം ഒരു വട്ടം നമ്മളിരുന്ന് സംസാരിച്ചപ്പം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എൻ്റെ മുന്നിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഡു ഓർ ഡൈ. ഞാനിതിലേക്ക് ഇറങ്ങി തിരിച്ചത് എനിക്ക് കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളും സ്വപ്നങ്ങളും ഉള്ളത് കൊണ്ടാണ്. ഞാനത് നേടിയെടുത്തേ തിരിച്ചു വരത്തുള്ളൂ. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. നമ്മളിത് എന്താണോ ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെ എന്താണെന്നുള്ളത് നമുക്കാണ് അറിയുന്നത്, അതിനൊരു സ്റ്റാർട്ട് കൊടുക്കുക, നമ്മുടേതായ എഫേർട്ട് എടുക്കുക. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം ഈ പറഞ്ഞ റീസൺസിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളും ഈ ലേസിനെസ് എന്നതിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. നമുക്കിനി അത് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം. ഇപ്പം ലേസിനെസ് എന്ന് പറയുമ്പം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ വെറുതെ ഇരുന്നു എന്ന് വെച്ചാൽ അത് ലേസിനെസ് ആവണം എന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ബോർഡർ ലൈൻ കടക്കുമ്പോഴാണ് ലേസിനെസ്, നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. അപ്പം അത് കുറച്ച് നേരം ഇരുന്നു അങ്ങനെയുള്ള കാര്യത്തെ നമ്മൾ ലേസിനെസ്സിൻ്റെ കാറ്റഗറിയിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോണേ. അപ്പം ഇത് കുറച്ച് സ്റ്റെപ്പല്ല ടെക്നിക്സുകളാണ് പറയുന്നത്. ഒന്ന് ബിഹേവിയറൽ ആക്ടിവേഷൻ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സ്റ്റാർട്ട് കൊടുക്കുക. നമുക്കിപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ആക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് നാളെ പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കാനുള്ള പോർഷൻസ് ഇപ്പം ഇന്ന് ഞാനൊരു 10 മിനിറ്റ് പഠിച്ചു, നാളെ ഞാനൊരു 10 മിനിറ്റ് പഠിക്കുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെറിയ ടാസ്കുകളാക്കി പതിയെ തുടങ്ങുക. അതുപോലെ 5 മിനിറ്റ്സ് ടെക്നിക്ക്, അതായത് അസൈൻമെൻറ്റ് എഴുതാനുണ്ട്, തുടങ്ങാനൊരു ഇതില്ല, ഓക്കെ ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഈ അസൈൻമെൻറ്റ് ഇപ്പോൾ എഴുതി തീർക്കും എന്ന് വിചാരിച്ച് നമ്മളങ്ങ് തുടങ്ങുമ്പോൾ അത് 5 മിനിറ്റ് തീർക്കണം എന്നൊന്നുമില്ല. പക്ഷെ ആ തുടക്കം കിട്ടിയാൽ നമ്മൾ ആ ഒരു ഫ്ലോയിലിരുന്ന് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അതിപ്പം ഏതൊരു വർക്കാണേലും, അസൈൻമെൻ്റ് എന്ന് മാത്രമല്ല, നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു വർക്കാണേലും ഈ 5 മിനിറ്റ് നമ്മളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ഈ 5 മിനിറ്റ്സ് റൂൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നേ, ഒന്ന് ട്രസ്റ്റ് ചെയ്യും. ഇനി അടുത്തൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഓവർകം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബോഡി ഡബ്ലിങ്. അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇതേ കാര്യം തന്നെ നമ്മുടെ കൂടെ ചെയ്യുകയാണ്. എല്ലാത്തിനും ഇപ്പം ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ആളും എൻ്റെ കൂടെ രാവിലെ വരികയാണ്. സോ ഇത് നമുക്ക് ചെയ്യാനൊരു ഒരു ഉന്മേഷം ഉണ്ടാവും. കൂടെ ഒരാളും കൂടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോലെ ചെയ്യുന്നുണ്ട്, നമ്മളെപ്പോലെ ഒരാൾ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട്. ഇപ്പം കമ്പൈൻ സ്റ്റഡിയൊക്കെ ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ മടിയെ മാറ്റി നിർത്താൻ പറ്റും. അതിനെ ബോഡി ഡബ്ലിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഫ്രണ്ടോ
ഈ പറഞ്ഞ പോലെ ആരും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന അതേ വർക്ക് അല്ലെ അതേ കാര്യങ്ങൾ ആളും കൂടെ ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒഴിവാക്കാൻ പറ്റും. ഇനി ഒപ്റ്റിമൈസ് യുവർ എൻവയോൺമെൻറ്റ്, അതായത് നമുക്ക് പഠിക്കാനിരിക്കാൻ പോവാണ്. പഠിക്കാനിരിക്കുമ്പോഴത്തേനും മുറി മൊത്തം ഡിസ്ട്രാക്ഷൻസ് ആണ്. ഡിസ്ട്രാക്ഷൻസ് ഇൻ ദ സെൻസ് ഒന്നെങ്കിൽ ടി വിയുടെ സൗണ്ട്, അല്ലെങ്കിൽ മുറി ഫുള്ള് മെസ്സി ആയിട്ട് കിടക്കുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് ഒരു വൃത്തിയുള്ള ചെയറിലിരിക്കാൻ പോകുമ്പോഴത്തേന് ചെയർ മൊത്തം തുണി കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ ഇരുന്ന് ഉറപ്പായിട്ട് നമുക്ക് ഈ പറഞ്ഞ മടി കുറച്ചും കൂടെ കൂടത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്പേസ്, അതായത് നമ്മുടെ റൂം, നമ്മുടെ ബെഡ്റൂം, നമ്മുടെ ടേബിൾ, ചെയർ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, ഒന്ന് നീറ്റാക്കി വെക്കുക. നമ്മുടെ സ്പേസ് ക്ലീൻ ആണെങ്കിൽ തന്നെ നമുക്ക് പകുതി മടി മാറും. കാര്യം അത് കാണുമ്പോഴത്തേനും നമുക്കിരുന്ന് പോയി പഠിക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് പോയി ചെയ്യാനുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. അതേപോലെ ഷിഫ്റ്റ് യുവർ ഐഡൻറ്റിറ്റി. ഷിഫ്റ്റ് യുവർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോഴത്തേനും സ്വയമേ ചിലർ മുദ്ര കുത്തും. ഓക്കെ, ഞാൻ ഭയങ്കര മടിച്ചിയാണ്, എനിക്ക് എന്നാ മടി, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ പകുതി പ്രശ്നങ്ങൾ തീരും. അതായത് എനിക്കിപ്പോൾ ചെയ്യാൻ മനസ്സില്ല, അല്ലെ ഞാൻ പിന്നെ ആട്ടെ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ നിന്ന് തന്നെ എടുത്തു കളയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലേസിനെസ്സിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതേപോലെ റെസ്റ്റ് വെൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് വേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണം. പുഷ് ചെയ്യേണ്ട സമയത്ത് പുഷ് ചെയ്യണം. എന്നാൽ റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 8 hours സ്ലീപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ഏതൊക്കെ സമയത്താണോ നമുക്ക് റെസ്റ്റ് വേണ്ടത് അതിന് നമുക്ക് പോസ് ചെയ്യേണ്ടടുത്ത് നമ്മൾ പോസ് ചെയ്യുക തന്നെ വേണം. അപ്പം ആവശ്യമുള്ള റെസ്റ്റ് എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നമുക്കൊരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ ലേസിനെസ് എന്നുള്ള കാര്യത്തെ നമുക്ക് മാറ്റി നിർത്താം. ഇനി ചെറിയൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ പറയാം. ഇതുവരെ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നോ കാര്യങ്ങൾ. അപ്പം അതൊക്കെ ഒരു പേപ്പറും പേനയും എടുത്ത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ട് കൊടുക്കുക. ഇതിലേതെങ്കിലും ഒരു കാര്യം വർക്കാവും. അങ്ങനെ വർക്കാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.